ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അനിയത്തി കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ നെസ്റ്റോയിലേക്ക് പോയി. സ്കൂൾ തുറക്കാനായതുകൊണ്ട് സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് സ്റ്റേഷനറി ഐറ്റംസിലേക്കാണ്. അവിടെ ചുറ്റിക്കറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞൂസ് പൗച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു. അവൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് പൗച്ചെടുക്കണമെന്ന്. പിന്നെ കുറേ നേരം ആലോചനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ അവസാനം ഒരു എൽസൻ്റെ പൗച്ചാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയെങ്കിലും നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പൗച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവൾ എടുത്തുകൊണ്ടിരിക്കുന്ന പൗച്ചായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കളറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ നേരെ ഒരു പെൻസിൽ കളറാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ അവിടെ ഹൈലൈറ്റർ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ നെസ്റ്റോയുടെ ബാഗിലൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു. ഞങ്ങൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ഉള്ള ഭാഗത്തേക്കായിരുന്നു പിന്നെ ഞങ്ങൾ വന്നത്. അവിടെയും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുഞ്ഞൂസിന്. പിന്നെ അവൾ എൽസൻ്റെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലുമാണ് സെലക്ട് ചെയ്തിട്ട്. പിന്നെ അവിടെ ആണെങ്കിലും അടിപൊളി കളക്ഷനും കാര്യങ്ങളും. അവൾക്ക് ഏതെടുക്കണമെന്ന് പിന്നെയും കൺഫ്യൂഷനായി. അങ്ങനെ അവൾ എൽസൻ്റെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അടിയത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടെ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ പുതിയ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതെൻ്റെ നെക്സ്റ്റ് അനിയത്തി ഇഷുക്കുട്ടിയാണ്. അവൾ ചുറ്റുഭാഗവും നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇത് നോക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മുടെ ഇഷുക്കുട്ടി നല്ല കളിയിലാട്ടപ്പോഴും. അതിനുശേഷം ഞങ്ങൾ ബിസ്ക്കറ്റ് കാര്യങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്നു. ഞാൻ എടുക്കുന്ന ബിസ്ക്കറ്റ് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവളെടുക്കുന്ന ബിസ്ക്കറ്റ് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവസാനം 2 ബിസ്ക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ് ബേബി അവിടെ എല്ലാതും ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അപ്പോഴും ഒരു ചിന്തിതൊന്നും അവളുടെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരെ പോയത് പോപ്കോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു. ഞാൻ വളരെ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി പോപ്കോൺ, പലതരം പോപ്കോണും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 തരം പോപ്കോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഷ് ബേബി ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ടോ. പിന്നെ നമുക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ഇതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. 2 പോപ്കോണാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ 2 പോപ്കോണായിരുന്നു ഞാനും കുഞ്ഞൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2